യെസ് താങ്ക് യു. കേൾക്കാം. ഓക്കെ. അപ്പോ നെക്സസ് പ്രോഗ്രാമിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മുടെ അനീഷ് സാറ് വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചു. എനിക്ക് വളരെ ചെറിയ വാക്കുകൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്തിനാണ് ഈ മെഗാ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്? രണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇതിന് രക്ഷപ്പെടുന്നത്? ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഈ ഇൻഡസ്ട്രി കടന്നു വരികയും എന്നാൽ ഉദ്ദേശപൂർവ്വം കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതില് റൂബിയെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം അവർ തുടങ്ങിയിട്ടുള്ളൂ. അവരുടെ എഫേർട്ട് ഒരുപക്ഷെ വലിയ ഗ്രോത്തിൽ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവാം. എന്നാൽ തനിക്ക് താഴെ കുറച്ച് റൂബികളായ, തനിക്ക് താഴെ കുറച്ച് ടിസികളായ, തനിക്ക് താഴെ കുറച്ച് DTCകളായ പല ലീഡേഴ്സും താൻ ചെയ്യുന്നത് പോലെ ടീം ഏറ്റെടുക്കുന്നില്ല സാർ, അതുകൊണ്ട് എന്റെ വരുമാനം കയറുന്നില്ല എന്ന് പരിഭവിക്കുന്ന, അല്ലെങ്കിൽ ലീഡേഴ്സും രഹസ്യമായി പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് കയ്യിൽ വെക്കുന്ന കുറെ ലീഡേഴ്സ് എന്നെ ശ്രമിക്കുന്നത് എനിക്കറിയാം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്തുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് വിജയിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ നടന്നിരിക്കണം. ഒന്ന്, നമ്മുടെ ബിലീഫ് സിസ്റ്റം. എന്റെയും നിങ്ങളുടെയും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെയും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിലേക്ക്, ഈ കമ്പനി മാനേജ്മെന്റിലെ, ഈ പ്രൊഡക്റ്റിലെ, ഈ പ്ലാനിലെ, ഈ ലീഡേഴ്സിലെ, ഈ ടീമിലെ, അതിലൊക്കെ ഉപരി തന്നിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നേരത്തെ നമുക്ക് വലിയ പരിചയമുള്ള ആളൊന്നും ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഇൻഡസ്ട്രി, ഇത് എത്രത്തോളം നിയമപരമാണ്, ഇതിന് സാധ്യത എന്താണ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്തേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ്, അങ്ങനെ കടന്നു വരുമ്പോൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരാ മാനേജ്മെന്റ്, എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, ഏത് പൊസിഷനിലാണ് ഈ കമ്പനി നിൽക്കുന്നത്, എന്ത് പ്രൊഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്, അത് റീപർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണോ, ഏത് പ്ലാനിലാണ് പ്രവർത്തിക്കുന്നത്, അത് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണോ, ഏതാ അവന്റെ ലീഡർമാര്, അവരെ വിശ്വസിക്കാവുന്നവരാണോ, ആരാ എന്താ അസോസിയേറ്റ്സ്, അവരുടെ പൊട്ടൻഷ്യൽ എന്താ, ഇനി ഞാൻ എന്റെ കഴിവനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ, അവന്റെ ആവശ്യകത വന്നിട്ടുണ്ടോ, ഞാൻ ഫുൾ ടൈമറാണെന്ന് പറയുന്ന പല ആളുകളും ഫുൾ ടൈം എന്ന് പറഞ്ഞിട്ട് എത്ര മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെച്ചത്, ഒരാൾക്ക് എത്ര മണിക്കൂർ ഫുൾ ടൈം അത് ചെയ്യാം, അവർക്ക് ചെറിയ സമയം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വിശ്വാസം വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനാണ് സക്സസിന് സീക്രട്ടായി ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ബിലീഫ്. 2, ഞാൻ ഇതിന്റെ കടന്നു വരുന്ന സമയത്ത് 10 പേരെ മുമ്പ് നോക്കി സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. 10 കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആളുടെ മുഖത്ത് നോക്കിയപ്പോ 3 കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ മറന്നുപോയി. എന്റെ ഉള്ളിലൊരു സാധനമുണ്ട്, പക്ഷെ അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ട്, പക്ഷെ എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അതിന് നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് സാവധാനം ആളുകൾ മുമ്പിൽ എക്സ്പീരിയൻസ് പറയാനും ട്രെയിനിങ് എടുക്കാനും തന്റെ കയ്യിലുള്ള കണ്ടന്റ് കൺവേ ചെയ്യാനൊക്കെ കഴിയുക, സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അത് തന്റെ മാത്രം സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പോരാ, തന്റെ ടീമിലെ മുഴുവൻ ആളുകളെയും സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുക. അങ്ങനെ സ്കിൽ ഡെവലപ്മെന്റ് ഒരു ഭാഗത്ത് ബിലീഫ്, വിശ്വാസം കൂടുക, മറുഭാഗത്ത് എന്റെ കഴിവ് വർദ്ധിപ്പിക്കുക, അതിനുശേഷം ഹാർഡ് വർക്ക്. ഈ 3 കാര്യങ്ങൾ ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് വലിയ സക്സസ് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒന്നാമത്തത് ബിലീഫ് സിസ്റ്റമാണ്. ഇതിനകത്ത് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് പരാജയപ്പെട്ട ഒരുപാട് ആളുകളെ എനിക്ക് നിങ്ങൾക്ക് പരിചയമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആളുകൾ ഡയറക്ട് സെല്ലിങ് അത് ചിലപ്പോ
മൈ ലൈഫ് ആവാം, മറ്റേതെങ്കിലും കമ്പനി ആവാം, മണി ചെയിൻ ആവാം, എന്തോ ഡയറക്ട് സെല്ലിങ്ങിന് പേരും പറഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മളെ തന്നെ പിടിക്കാൻ കുറെ നടന്നിട്ട് അവൻ പണി നിർത്തി. വേറെ ആരൊക്കെയോ പിടിക്കുന്നത് കണ്ട്, പക്ഷെ ഞാൻ പിടി കൊടുത്തില്ല, അവൻ പണി നിർത്തി. അങ്ങനെ പണി നിർത്തിയ ആളുകളെ കുറെ പേരെ നമുക്കറിയാം. എന്നാ ഇതിനകത്ത് ഹൈലി സക്സസ് ആയ, മാസം 1 കോടി വരുമാനം വാങ്ങുന്ന, മാസം റെഗുലറായി 50 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങുന്ന, മാസം റെഗുലറായി 10 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങുന്ന, അത് ഒരു വർഷം മിനിമം 1 കോടിയെങ്കിലും സമ്പാദിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേര് നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ നമുക്ക് പരിചയമുള്ള കുറെ ആളെ കാണുമ്പോൾ നമ്മളൊന്ന് കമ്പയർ ചെയ്യില്ലേ, അയാൾക്ക് പറ്റും എനിക്കും പറ്റും, അവക്ക് പറ്റും എനിക്ക് പറ്റും. അങ്ങനെ എത്ര ഒരു പരിചയം ഉണ്ടെന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ, ആ കമ്പാരിസൺ നടത്തണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളെ നമ്മൾ കാണണ്ടേ, അവരുമായിട്ടൊന്ന് കൂട്ടുകൂടണ്ടേ. അതിനെവിടെ അവസരമുള്ളേ? അതിനാണ് മെഗാ പ്രോഗ്രാമുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഹൈലി സക്സസ് ആയ ആളുകൾ അവര് ഓട്ടോമാറ്റിക്കായി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നു, ചന്ദനം ചാരണ്ടേ? ചന്ദനം എവിടെയുള്ളത്? അതുള്ളിടത്തേക്ക് പോണ്ടേ? അത് ഈ വരുന്ന മെയ് 17 നെക്സസ് പ്രോഗ്രാം നടക്കുന്നത് ചന്ദനക്കാട്ടിലാണെന്ന് മനസ്സിലാക്കുന്നത്. ചന്ദനക്കാട്ടിലേക്ക് നമ്മൾ പോണത്. ഏത് ചാരിയാലും നല്ല മണം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ നമ്മുടെ കമ്പനി മാനേജ്മെന്റ്, അവരുടെ വിഷൻ എന്താ? ആരാ നമ്മളെ MD? അല്ല, നമ്മുടെ എത്രയോ ആളുടെ പിതാക്കന്മാര്, അച്ഛൻ, ഉപ്പ ഗൾഫിൽ ഉള്ളവരുണ്ട്. ഇപ്പൊ ചെറിയ കുഞ്ഞാകുന്ന സമയത്ത് ഉമ്മ പറയാണ് ഉപ്പ ഗൾഫിലാണ്. ആ ഉപ്പ ഗൾഫിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മുഖം പോലും ഓർമ്മ കൃത്യമായി ഇല്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ട്. കുഞ്ഞു വരെ ചെറിയ പ്രായത്തിൽ ഉപ്പ പോയതാണ്, അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഗൾഫിൽ ഒരു ഉപ്പ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബിലീഫാണോ, അതല്ലെങ്കിൽ ഉപ്പ വീട്ടിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന പാന്റ് ഷർട്ട് ഇൻസൈഡ് പെട്ടി ഇഷ്ടം പോലെ സാധനങ്ങൾ കയറി വന്നിട്ട് നമ്മൾ കയറി ഉപ്പാനെ കെട്ടിപ്പിടിക്കുന്നു, കഴുത്ത് കയറുന്നു, തോളത്ത് കയറുന്നു, ഉരുണ്ട് കളിക്കണം. ആ സമയത്തുള്ള ഫീലിംഗ് ആണോ ഉപ്പ തരുന്നൊരു കോൺഫിഡൻസ്? ഇപ്പൊ കാണുമ്പോ, സ്പർശിക്കുമ്പോ, ചേർന്ന് നിൽക്കുമ്പോൾ അല്ലേ? പ്രവീൺ സാറ് കുറെ കേട്ടിക്കണ്, ഗൾഫിലുണ്ട്, അല്ല ചെന്നൈയിലുണ്ട്. അയാളൊന്ന് ചേർന്ന് ഒന്ന് കണ്ട്, ഇയാളാണ് നമ്മുടെ രക്ഷിതാവ്. ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്ര വിഷനുള്ള ഒരു മനുഷ്യൻ ഒന്ന് കാണണ്ടേ, ഒന്ന് കേൾക്കണ്ടേ, ഒന്ന് ചേർന്ന് നിൽക്കണ്ടേ, എന്താ അയാൾ ഉദ്ദേശം ഒന്ന് മനസ്സിലാവണ്ടേ, അയാളെ പെരുമാറ്റം ഒന്ന് കാണണ്ടേ. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ വെച്ച് കാണാൻ കേരളത്തിലെ ഇതുവരെയുള്ള TC മുതൽ ITC ഡയമണ്ട് അയാൾക്ക് അവസരം കിട്ടിയിട്ടില്ല ഈ കമ്പനി തുടങ്ങിയതിനു ശേഷം. അങ്ങനെ ആദ്യത്തെ അനുഭവം നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പോവുക. നിങ്ങൾക്കുണ്ട് എക്സൈറ്റ്മെന്റ്, എനിക്കുണ്ട് എക്സൈറ്റ്മെന്റ്. കേരളത്തിൽ വെച്ചിട്ട് ഒരു വലിയ പ്രോഗ്രാം വെച്ച് നമ്മുടെ രക്ഷിതാവിനെ നമ്മൾ കണ്ടിട്ടില്ല, ഈ കമ്പനിയുടെ പേരന്റിനെ നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ വേണ്ടി പോണു. അതിന് എന്ത് വില കൊടുത്തും പോണോ? എന്റെ നിങ്ങളെ മക്കള് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് 1000 രൂപ കൊണ്ടുവന്നിട്ട് ഒരു നേരത്തെ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ ആളെ ഒന്ന് കാണണ്ടേ? നിങ്ങൾ ആരെ വിശ്വസിച്ച ഫുൾ ടൈമായി ചെയ്യാൻ പോണത്? ശരിക്കും ഈ ഞങ്ങളെ പോലുള്ള ലീഡേഴ്സിനെ വിശ്വസിച്ചല്ലേ? ശരിക്കും ഞങ്ങളെ വിശ്വാസം ആളിലല്ലേ? ആ ആളെ നേരിട്ട് കണ്ട് അയാൾ ഒരു കോൺഫിഡൻസ് ടീമിലേക്ക് പാസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്രത്തോളം ഫുൾ ടൈമേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും? അതിനു വേണ്ടി നിർബന്ധമായും ആ പ്രോഗ്രാമിന് പോകണം. പിന്നെ ചില ആള് പറയുന്നത് സാർ 1000 ഉറുപ്പ്യ. സാറേ, ആദ്യമായി പ്ലാൻ കേൾക്കുന്ന ആള് പറയുന്നത് ആഴ്ചക്ക് 2-10 വലിയ തുകയെന്നാ. അത് ആഴ്ചക്ക് തരാൻ ഒരു മടിയില്ലാത്ത കമ്പനി കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ പ്രോഗ്രാം വെക്കുമ്പോ അതിന് 1000 ഉറുപ്പ്യ കൂടുതലാ. ലോട്ടറി എടുക്കുന്ന ആളുകൾ ഇതിനകത്ത് കുറച്ചു പേരെങ്കിലും ഉണ്ടാവും, ഞാൻ എടുക്കാറില്ല. എന്നാലും ഞാൻ പറയാണ്, ഓണം ബമ്പറിന് 500 ഉറുപ്പ്യ ടിക്കറ്റ്
കിട്ടിയ 25 കോടി അടിക്കുകയാണെങ്കിൽ ഓണം ബമ്പർ അടിക്കണോ, അല്ലെ 40 ഉറുപ്പ്യന്റെ ടിക്കറ്റ് കിട്ടിയ 50 ലക്ഷം അതടിക്കണോ? ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം നമുക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് 40ന്റെ ലോട്ടറി വേണം, 40 അങ്ങോട്ട് കൊടുത്തിട്ട് 50 ലക്ഷമോ 75 ലക്ഷമോ ഇങ്ങോട്ട് വാങ്ങണോ, അതല്ലെങ്കിൽ 500 അങ്ങോട്ട് കൊടുത്ത് 25 കോടി വാങ്ങണോ? ഞാൻ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ആദ്യത്തെ ലോട്ടറി എടുക്കാൻ പോവാണ്. ഞാൻ 1000 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സാറേ, ഇങ്ങോട്ട് വാരിക്കോരി തരുന്ന കമ്പനിയല്ലേ. എന്നെ അറിയുന്ന പലർക്കും അറിയാം, ഞാനൊരു അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്. എന്റെ ഇടത് കാലിന് എല്ലിന് ഫ്രാക്ചറാണ്, എഴുന്നേറ്റ് നടക്കാനാവില്ല. കഴിഞ്ഞ മാർച്ച് 7-ാം തീയതിയാണ് അപകടം പറ്റിയത്. ബുള്ളറ്റ് മറിഞ്ഞ് കാലിൽ വീണതാണ്. ഇനിയും ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മാറാൻ പറ്റൂ. 8 ആഴ്ചയാണ് പറഞ്ഞത്, 6 ആഴ്ച കമ്പൾസറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 4 ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കിടന്നു പോകുന്ന സമയത്ത്, ഓടാത്ത സമയത്ത് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് നമ്മളെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പാസീവ് ഇൻകം, പാസീവ് ഇൻകം, പാസീവ് ഇൻകം. അത് വാങ്ങുന്നത് ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല. 1.5 കാലിൽ നിൽക്കുന്ന ആളാ ഞാൻ ഇപ്പോ. എന്റെ ഇടത് കാല് വീക്കാ. ഒരു പക്ഷേ ഈ കൂട്ടത്തില് എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ലീഡേഴ്സും ഏത് പ്രോഗ്രാമിൽ വിളിച്ചാലും അവിടെ ഞാൻ ഓടിയെത്താറുണ്ട്. നോ എന്നൊരു വാക്ക് എന്റെ അടുത്ത് ഉണ്ടാവാറില്ല. അഥവാ പറഞ്ഞാൽ നെക്സ്റ്റ് എന്നേ പറയാറുള്ളൂ. കാരണം ആ ദിവസം വേറെ പ്രോഗ്രാം ആയിട്ടുണ്ടാവും. അതല്ലാതെ വീട്ടിൽ നിന്ന് സമയം പോക്കാനോ ഫാമിലി ആയിട്ട് ടൂർ പോകാനോ ഞാൻ സമയം കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. മുഴുവൻ സമയം ടീമിന്റെ കൂടെ ഓടുക. അങ്ങനെ ഈ കഴിഞ്ഞ മാർച്ച് 7 വരെ ഞാൻ ഓടിയിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 4 ആഴ്ച എന്റെ മനസ്സിന് പല പ്രോഗ്രാമിൽ എത്താൻ മാത്രമേ കഴിയുള്ളൂ, എന്റെ ശരീരത്തിൽ എത്താൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ കിടക്കണ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ട്, ഈ മെന്നാന്ന് കഴിഞ്ഞ ക്ലോസിങ്, ആ ക്ലോസിങ്ങില് എന്റെ ഐഡിയില് 10.5 ലക്ഷം വാഷ് ഔട്ടാ. 10 ലക്ഷത്തിന്റെ മേലെ. ആഴ്ചക്ക് 2.10 കിട്ടാൻ വേണ്ടി വേണ്ടത് 17 ലക്ഷം BV ആണ് മാച്ച് ആവേണ്ടത്. മാച്ച് ആയത് 28 കോടിന്റെ മേലെയാ. സോറി, 28 ലക്ഷത്തിന്റെ മേലെയാ ഇവിടുത്തെ സെക്കൻഡ് ഐഡിയിൽ. അപ്പൊ ഈ കിടക്കുന്ന സമയത്തും ആഴ്ചക്ക് 2.10 തരും എന്ന് പറഞ്ഞാൽ തരുന്ന കമ്പനിയുടെ ഒരു പ്രോഗ്രാമിന് 1000 കൊടുത്ത് പോണ്ടയോ? എന്നോട് 1 ലക്ഷമാണ് ടിക്കറ്റ് പറയല്ലോ, എനിക്ക് ബോധിരിക്കുന്ന നിർവാഹമില്ല. കിടന്നപ്പോ 2.10 തരുന്ന കമ്പനിക്ക് അതിനൊരു പ്രോഗ്രാം നടക്കുമ്പോ ബെൽനിയുടെ കോൺട്രിബ്യൂഷൻ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് ഞാൻ പോകും. പക്ഷേ നിങ്ങൾ അത് തയ്യാറാണോ തന്നെ ചോദ്യം. പോവണം, എന്ത് വില കൊടുത്തു? അത് അവസാന ദിവസം ടിക്കറ്റ് തീരുമ്പെടുത്തിട്ടല്ല, ഇപ്പൊ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് ആദ്യത്തെ 100 പേരിൽ എന്റെ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആദ്യം പണം കൊടുത്തവനും അവസാനം പണം കൊടുത്തവനും ഒരേപോലെ അതിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം പണം കൊടുത്ത ഓരോ കൗണ്ടറിലും ആദ്യത്തെ 100-നകത്ത് ഒരു ബാഡ്ജ് തരുന്നുണ്ട്. അപ്പൊ പരസ്പരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാഡ്ജിലെത്താൻ വൈകി കൊടുത്തവരെന്ന് പരസ്പരം മനസ്സിലാക്കൂ. എവിടെന്നെങ്കിലും ഒരു ബാഡ്ജ് കിട്ടിയാൽ സാർ ഞാനല്ലേ കൊടുക്കുന്നത്, എന്നോട് ചോദിക്കരുത്. ഈ 1000 റുപ്യ 2 ദിവസം മുറുകെ കൈ പിടിച്ചാൽ അത് 50 ലക്ഷം 1 കോടിയാകുമോ? അങ്ങനെയാണെങ്കിൽ കയ്യിൽ വെക്കണോ? അതല്ല, ഇന്ന് കൊടുത്താലും നാളെ കൊടുത്താലും ആ 1000ത്തിന്റെ മൂല്യത്തിൽ മാറ്റമില്ല. അത് ഇന്ന് തന്നെ കൊടുത്താൽ ആദ്യം ഇറങ്ങിയവൻ എന്നുള്ള ഒരു തെളിവായി കമ്പനി ഒരു ബാഡ്ജ് എനിക്ക് കുത്തിത്തരുന്നുണ്ട്. എനിക്ക് ആളുടെ മുമ്പിൽ പ്രൗഡായിട്ട് പറയാൻ വേണ്ടി കഴിയും, ഞാൻ ആദ്യം പണം കൊടുത്ത് കണ്ണടച്ച് പണം കൊടുത്ത ഈ കമ്പനിയിലെ ബ്ലൈൻഡ് ബിലീഫ് ഉള്ളവനാണ്. എന്നെ ആരും തള്ളിക്കൊണ്ടൊന്നല്ല, ഞാൻ കേറി വന്നതാണ്. ഇത് പുട്ട് കുത്തുന്ന പോലെ കോലിട്ട് പുറകുന്ന് കുത്തി ചാടിച്ചതല്ല, ഞാൻ സ്വയം ചാടി വന്നവനാണെന്ന് തെളിയിക്കാനാണ് 1100ന്റെ ആ ബാഡ്ജ് കുത്തി പോണത്. അത് 1000 ഇന്ന് കൊടുക്കണോ ഇപ്പൊ കൊടുക്കണോ, അതല്ല അവസാന സാറേ ഒറ്റ ടിക്കറ്റ് ഒരൊറ്റ ഒരാള് അങ്ങനെ പറഞ്ഞ് അത് കൈയും കാലും പിടിച്ച് വാങ്ങിപ്പോണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. വണ്ടി കയറി ഇരുന്ന് പോണോ അല്ലെ തൂങ്ങി പോണോ എന്ന് ആലോചിച്ചാൽ മതി. തൂങ്ങി പോണോനും ഇരുന്ന് പോണോനും ടിക്കറ്റ് സെയിമാ. അതുകൊണ്ട് ആ പ്രോഗ്രാമിലേക്ക്
പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1000 രൂപ കൊടുക്കണം. ആ 1000 4 ദിവസം വൈകിക്കൊണ്ട് നിങ്ങൾക്ക് അതിനോട് ഒന്നും നേടാനില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ബഹുഭൂരിഭാഗം ഒന്നും കൊടുത്തിട്ടില്ല. ആ പ്രോഗ്രാമിന്റെ ഗൗരവം മനസ്സിലാക്കി മാക്സിമം ആളുകളിൽ നിന്ന് ഇന്ന് തന്നെ പണം കളക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ലീഡേഴ്സ് ഏറ്റെടുക്കണം. ഇന്നലെ വരെ ഏറ്റവും അവസാനത്തെ ഡിസ്ട്രിബ്യൂട്ടറുടെ പോലും റെഡ് ഐഡിയിൽ 1000 കളക്ട് ചെയ്ത് കൊടുക്കാൻ എന്റെ ലീഡേഴ്സ് കാണിച്ച ഒരു കമ്മിറ്റ്മെന്റും ആവേശവും ഉണ്ടല്ലോ. ആ ആവേശം ഡിയർ ഫ്രണ്ട്സ്, ഡിയർ ലീഡേഴ്സ്, നിങ്ങൾ ഈ വരുന്ന 4 ദിവസം കൂടി കാണിക്കണം. ഏപ്രിൽ 10 മുമ്പേ ഈ 1000 രൂപ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഓരോ 1000ത്തിനെയും വാല്യൂ ഞാൻ ശരിക്കും കണ്ടു, ഫീൽ ചെയ്തു. അത്രയ്ക്ക് വോളിയാണ് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച കയറിയത്. അതൊന്നും വെറുതെ കയറിയതല്ലെന്ന് എനിക്കറിയാം. 1000ത്തിന്റെ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നതിൽ എന്റെ പ്രിയ ലീഡേഴ്സ് എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് 100% ഞാൻ അതിനെ അഭിനന്ദിക്കുകയാണ്. അതേ ഒരു എഫേർട്ട് ഒരു 4 ദിവസം നിങ്ങൾ തുടരണം എന്ന് മാത്രം എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ടീമിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം കളക്ട് ചെയ്ത്, സാർ എന്റെ പണി ഞാൻ പരമാവധി ചെയ്തിട്ടുണ്ട്, ആസ് മൈ ബെസ്റ്റ്, എന്റെ ബെസ്റ്റ് ഞാൻ ചെയ്തു തീർത്തത്. മറ്റൊരു ടീമിന് അത്ര പേര് കയറിയെന്ന് നമ്മുടെ വിഷയമല്ല. TC പോലും മാത്രം എൻട്രി ഉള്ളെങ്കിലും ടീമിന് എത്ര റെഡ് ഐഡി കണ്ടെത്തിയ നിങ്ങളുണ്ടല്ലോ, അതേപോലെ എത്ര TCയുടെ ഐഡി ഉണ്ട് എന്ന് നോക്കണോ. എന്നിട്ട് ഏതെങ്കിലും ഒരു TCക്ക് ആ ദിവസം കുടുംബത്തിൽ കല്യാണമാണ്, അസുഖമാണ്, എന്തോ കാരണം കൊണ്ട് മരണമുണ്ട്, എന്തോ കാരണം കൊണ്ട് ഒരുപക്ഷെ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും സാധ്യതയുള്ള റൂബീനെ അതിനകത്തേക്ക് കയറ്റി നിങ്ങൾ കൊണ്ടുപോകണം. അതിപ്പോ എന്നെ ശ്രമിക്കുന്ന എല്ലാ റൂബിക്കും പോകാനുള്ള പെർമിഷൻ ആയിട്ടല്ല പറയണത്. ഒരു TCയുടെ ഗ്യാപ്പ് കിട്ടിയാൽ അത് വേറെ ഏതെങ്കിലും TC കയറിക്കോട്ടെ തല്ല, അത് നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് അങ്ങ് പോകണം. അപ്പോ അതിന് തയ്യാറുള്ള ഏറ്റവും സാധ്യതയുള്ള റൂബികളെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കുറച്ചെണ്ണത്തിനെ മാറ്റി വെക്കണം അവസാന ഘട്ടം, അഥവാ നമുക്ക് ഗ്യാപ്പ് കിട്ടിയ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നമ്മൾ ടീമിനകത്ത് TCകൾ 20 ഒഴിവുണ്ട്, ആ 20 നമ്മൾ കൊണ്ടുപോയില്ലെങ്കിലും അവിടെ ആ 20 ഫില്ലാവും, അത് വേറെ ടീം ഉപയോഗിക്കും. അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാറില്ല. ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ മറ്റവൻ ഉപയോഗിക്കും. നമുക്ക് നഷ്ടപ്പെടാതെ ഉപയോഗിക്കണം. ഈ ഒരു 10 വർഷത്തേക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിനെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. മാക്സിമം നമ്പേഴ്സിന് നമുക്ക് ID സെലക്ട് ചെയ്ത് TC എണ്ണം കൃത്യമാക്കി അതിനകത്തേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പകരം പ്രതികളെ ഓരോ ഫോഴ്സിനെ നമ്മൾ തയ്യാറാക്കണമെന്നും, അങ്ങനെ ടോട്ടൽ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് ബസ്സുകൾ കോഴിക്കോട് നിന്ന് വയനാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നായി ബസ്സുകൾ ബുക്ക് ചെയ്ത് ഒരുമിച്ച് പോകണം എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്, അറിയിക്കുകയാണ്. ഇനി രണ്ടാമത്തത് സ്കിൽ ഡെവലപ്മെന്റ്. നമ്മൾ ഈ പണിയെടുത്താൽ പോരാ, ഇത് മറ്റുള്ളവർ എടുക്കാൻ പ്രേരിപ്പിക്കുകയും അവനെ പഠിപ്പിക്കുകയും വേണം. പ്രേരിപ്പിച്ചാൽ മാത്രം പോരാ, അവൻ അറിയില്ലെങ്കിലോ. അതിനാണ് നമ്മൾ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുക. ഇപ്പൊ ഒന്ന് വിശദീകരിച്ച് പോലുള്ള സമയം എനിക്കില്ലെന്നറിയാം, ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കാം. വർക്ക്ഷോപ്പുകൾ നമ്മുടെ നാട്ടില് പൊന്മ എന്ന് പറയുന്ന, ചില ആള് മീനൊട്ടി എന്ന് പറയുന്ന കിങ് ഫിഷർ എന്ന് പറയുന്ന പക്ഷിയില്ലേ, നമ്മളൊക്കെ വീടിനടുത്ത് പല മരക്കൊമ്പിലും ഇലക്ട്രിക് ലൈനിലൊക്കെ നിന്നിട്ട് താഴേക്ക് പാടത്തേക്ക് നോക്കി നിന്നിട്ട് അല്ലെങ്കിൽ കുളത്തിലേക്ക് നോക്കി നിന്നിട്ട് പൊങ്ങി നിൽക്കുന്ന ഏതെങ്കിലും മത്സ്യത്തെ പൊക്കി പോകുന്നത്. അങ്ങനെ 1 or 2 മീനിനെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്മയ്ക്ക് വയറ് നിറയും. പിന്നെ മൂപ്പര് ചിറക് നീട്ടി വെച്ച് നൈസായി ഒരു പറക്കലുണ്ട്, ആസ്വദിച്ചങ്ങനെ പറക്കും വിശപ്പൊക്കെ മാറിയതിനു ശേഷം തന്റെ കൂട്ടിലേക്ക്. ശരിക്കും പറയണെങ്കിൽ ഇതേ പൊന്മയ്ക്ക് ഒരു അരമണിക്കൂർ സമയം കൂടി അതേ ഇലക്ട്രിക് ലൈനിൽ ഇരിക്കുകയാണെങ്കിൽ, മരക്കൊമ്പിൽ ഇരിക്കുകയാണെങ്കിൽ തന്റെ മക്കൾക്കുള്ള മീനിനെയും കൂടി പിടിക്കുക. പക്ഷെ ഒരു പൊന്മയും പറക്കാൻ പഠിച്ച തന്റെ മക്കൾക്ക് ഭക്ഷണം കൂട്ടിക്കൊണ്ട് കൊടുക്കാറില്ല. കാരണം നാളെ ഞാൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾ ഇര പിടിക്കാൻ പഠിക്കാതെ പോകരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ അവൻ ഇര പിടിപ്പിക്കും. അതേപോലെ നിങ്ങൾ തന്നെ ക്ലോസ് ചെയ്ത് കൊടുത്തു, നിങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് നടത്തി, നിങ്ങൾ തന്നെ ലീഡേഴ്സ് മീറ്റ് നടത്തിയാൽ പോരാ. നാളെ എന്റെ നിങ്ങളെ അഭാവത്തിൽ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ഫോഴ്സ് ആയി ടീമിനെ മാറ്റണം.
ഗതികേട് കൊണ്ട് ഞാൻ കിടക്കുന്ന കിടപ്പുണ്ടല്ലോ ഈ കഴിഞ്ഞ 4 ആഴ്ച. അങ്ങനെ ഒരു പക്ഷേ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. ഒരുപക്ഷെ കിടന്നു പോയാലും അഭിമാനത്തോടെ ഇങ്ങനെ പറയാൻ കഴിയണം, സാർ ഞാൻ ഈ കിടന്നു പോയ അവസാന ആഴ്ചയിലും ആഴ്ചക്ക് 2:10 അതും 1:30 വാഷ് ഔട്ടോടെയാണ് വാങ്ങുന്നത്. അത് പറയണമെങ്കിൽ ടീമിന്റെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പണിയെടുത്തിരിക്കണം. അല്ലെങ്കിൽ ലീഡർ കിടന്നാൽ ടീം കിടക്കും. ഞാൻ കിടന്നാൽ ടീം കിടക്കും. സാർ എനിക്ക് കാലിന് പരിക്കുവെച്ചുകൊണ്ട് എനിക്ക് ഫീൽഡ് ഇറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് വരുമാനവും ഇല്ല. അങ്ങനെ പറയുന്ന ഗതികെട്ട ലീഡർ ആവരുത്. മറിച്ച് സാർ ഞാൻ ഇപ്പോ കുറച്ച് ദിവസം റെസ്റ്റില്ല, പക്ഷെ സെയിൽസ് അത് നന്നായി നടക്കുന്നുണ്ട്, ഞാൻ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ അവരെ സ്കിൽ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ അസാന്നിധ്യത്തിലും അവർ പ്രവർത്തിക്കുന്ന ആളിലേക്ക് മാറ്റലാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിനാണ് ഇത് ചെയ്യുന്നത്. മറ്റേത് മേഖലയിലും മാറി ഇതിനൊരു നേട്ടം അതാ, പാസീവ് ഇൻകം. പിന്നെ അതിന്റെ അടുത്താണ് നോമിനേഷൻ ഫെസിലിറ്റി. ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതല്ല ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. 1 ബിലീഫ് ബിൽഡിംഗ്, 2 സ്കിൽ ഡെവലപ്മെന്റ്, 3 ഹാർഡ് വർക്ക്. മടിയന്മാർക്കുള്ള പണിയുള്ളത്. മൈ ലൈഫിൽ നിന്ന് വിട്ടുപോയ കുറെ ആളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. വിട്ടുപോയി എനിക്കറിയാം. അവരൊക്കെ പോയത് മണി ചെയിനിലേക്കാണ്. എന്താ അവിടുത്തെ ഗുണം? അവിടെ പണിയെടുക്കണ്ട, അവിടെ ഉൽപ്പന്നമില്ല, ആളെ പറ്റിച്ചാൽ മതി. ലക്ഷങ്ങൾ ആളോട് വാങ്ങുക, കമ്പനിക്ക് അയച്ചു കൊടുക്കുക, അതിന് ലാഭം വാങ്ങുക, ജീവിക്കുക. കമ്പനി പൂട്ടിയാൽ പുതിയ കമ്പനിയിലേക്ക് പോവുക. നിരന്തരമായി ആളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയ വിഭാഗം. അവന് ഫീൽഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ പറയും, സാർ നമ്മൾ അവിടെ പ്രൊഡക്റ്റ് വിൽക്കണ്ടേ? അതാവൂല, അത് കഷ്ടപ്പാടാ. കഷ്ടപ്പാടില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ കമ്പനിയോ? ഇന്ന് വരെ ലോകത്ത് മണി ചെയിൻ നമ്മൾ സക്സസ് ആയ ചരിത്രമില്ല. കൂടിയ 2 വർഷം, അതിനപ്പുറത്തേക്ക് ഓടാറില്ല. ഇനിയോട്ട് ഓടാനും പോണില്ല കേട്ടാ. ഇനിയിപ്പോ കേരളത്തിലെ പുതിയ നിയമം വെച്ച് മണി ചെയിൻ കമ്പനി ചെയ്യുന്ന ആളുകൾക്ക്, അതിന്റെ MDയും ലീഡേഴ്സും ഒക്കെ അറിഞ്ഞുകൊണ്ട് ആര് ചെയ്യുന്നോ അവർക്ക് 7 വർഷം തടവ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ ട്രേഡ് യൂണിയൻ ഉറപ്പുവരുത്തും. മണി ചെയിൻ ചെയ്താൽ ഇനി അകത്ത് കിടക്കാന്നുള്ളത്. ഇന്നലകളിൽ അങ്ങോട്ട് പോയാലുള്ള കാര്യം പറയുന്നത്. എന്നാ പ്ലാനിൽ നമ്മളെക്കാൾ കഷ്ടപ്പാടില്ല. നമ്മൾക്ക് ബൈനറി 2 ID 2 ലക്ക് ഡെവലപ്പ് ചെയ്തല്ലോ. 3 ലക്കും 4 ലക്കും 5 ലക്കും 6 ലക്കും 8 ലക്ക് വരെ ഡെവലപ്പ് ചെയ്താൽ മാത്രം വലിയ വരുമാനം കിട്ടുന്ന കുറെ ആളുകളുണ്ടല്ലോ, കുറെ കമ്പനി ഉണ്ടല്ലോ. മൈ ലൈഫ് ഏത് കുറിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടാ? ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള പ്ലാനിലേക്ക് ഇല്ല. ഓൻ എളുപ്പമുള്ള അന്വേഷിച്ച് നടക്കുക. അങ്ങനെ ഒരു കമ്പനി ചെയ്ത് അതിൽ കുറച്ച് പൈസ ഇട്ട് ആ പൈസ പോയി. പിന്നെ കുറച്ചു കാലത്തേക്ക് ആ പൈസ പോയതിന്റെ വിഷമത്തിലായി. പിന്നെ ഗിവാൻടേക്ക് വന്ന് അതിനകത്ത് പൈസ ഇട്ട് അതും പോയി. പിന്നെ കുറച്ചു കാലത്തേക്ക് ഇതൊക്കെ തട്ടിപ്പാ, എല്ലാം തട്ടിപ്പാ. പിന്നെ ഹൈറിച്ച് വന്ന് അതിനകത്ത് പൈസ ഇട്ട് പിന്നെയും തട്ടിപ്പാ. ഇങ്ങനെ DMGയില്, എല്ലാ ട്രേഡിങ്ങില്, മോറിസ് കോയിനില്, ക്രിപ്റ്റോ കറൻസിയില് ഇങ്ങനെ ഒന്നിലേക്ക് വീണ്ടും 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 മണി ചെയിൻ ചെയ്യുന്ന എത്രയോ ആളുകൾ നാട്ടിലുണ്ട്. സാറേ, ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടേക്കാം. അത് ഞാൻ നിങ്ങളൊക്കെ ചിലപ്പം പറ്റിക്കപ്പെട്ടേക്കാം. അത് ചിലപ്പോ വന്ന് പറയുന്ന സുഹൃത്തുക്കളുടെ വിശ്വാസം കൊണ്ട്, അല്ല ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറ്റാം. പക്ഷെ ഒരാളെ തന്നെ പിന്നെയും 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 പറ്റിക്കാൻ പറഞ്ഞാല് അത് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് സാറേ, തലച്ചോറില്ലാത്തതുകൊണ്ടാണ്. ഇത്തിരിയെങ്കിലും തലച്ചോറുണ്ടെങ്കിൽ 1ഉം 2ഉം പെട്ട് പിന്നെ പെടാൻ നിൽക്കുമോ? ഞാൻ ചെറിയ എക്സാമ്പിള് ഈ വൈകിയ സമയത്താണ് ഞാൻ പറയട്ടെ. പണ്ട് കാട്ടില് ഒരു രാജാവ് സിംഹം പ്രായമായിട്ട് ചാവാനായിക്കണ്. ഇരതേടാനാവുന്നില്ല, ഓടാനാവുന്നില്ല. ആ മൂപ്പര് മന്ത്രിയായ കുറുക്കനോട് പറയണ, എടാ കുറുക്ക, ഏതെങ്കിലും ഒരു മൃഗത്തിനെ കൂടെ പറഞ്ഞേക്ക്, എനിക്കിപ്പോ ഒന്നിന്റെ പുറകെ ഓടാനാവുന്നില്ല, നന്നായി വിശക്കണമുണ്ട്, ഇവിടെ കൊന്ന് ഇവിടെ തിന്നാന്നല്ലാണ്ട് ഇനി ഓടിപ്പിടിച്ച് തിന്നാൻ പറ്റുന്നതിനെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഏതെങ്കിലും ഒരു മൃഗത്തിനെ കൊണ്ട് പറഞ്ഞേക്ക്. കുറുക്കൻ പറഞ്ഞ്, ഇങ്ങോട്ടത്തേക്ക് ചാവാൻ വേണ്ടി പറഞ്ഞയച്ചാൽ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി പറഞ്ഞു ആരെങ്കിലും വരുമോ? എന്നെ കൊണ്ടാവൂലെന്ന്. അപ്പൊ സിംഹം പറഞ്ഞ, എന്നെ അങ്ങ് കൊല്ലുപ്പൊന്ന്. അപ്പൊ അത് കുറുക്കന്റെ ആവശ്യമായി മാറി. സിംഹത്തിന്റെ അടുത്തേക്ക് ഒരു മൃഗത്തിനെ പറഞ്ഞയക്കുന്നത് കുറുക്കന്റെ ആവശ്യമായി മാറി. അല്ലെ കുറുക്കനെ ഉപരിട്ടു.
കുറുക്കൻ ഒരുപാട് മൃഗങ്ങളെ പറഞ്ഞ് ഇതാ നിങ്ങളെ മഹാരാജാവ് വിളിക്കുന്നുണ്ട്, സിംഹം വിളിക്കുന്നുണ്ട്, നിങ്ങളൊന്നും അങ്ങോട്ട് ചൊല്ലി ഒന്ന് പോയി കാണ്. ഓരോറ്റ മൃഗങ്ങൾ പോയില്ലേ. കാരണം എന്താ, എല്ലാത്തിനും തലയില് ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ ഇത് കത്താത്തൊരു പാവം അങ്ങനെ നിൽക്കാണ്. കഴുതനോട് കുറുക്കൻ പറഞ്ഞതാ മഹാരാജാവ് വിളിക്കുന്നുണ്ട്. എന്തിനാ അറിയാ, മൂപ്പര് പ്രായമായി മരിക്കാൻ പോവല്ലേ. മൂപ്പര് പറയാണ്, എന്റെ കാലശേഷം ഈ കാട് ഭരിക്കാൻ ഏറ്റവും ബുദ്ധിയുള്ള ഒരു ജീവിനെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു കൊടുക്കാണ്, ബുദ്ധിയുള്ള മൃഗത്തിന് അന്വേഷിക്കാണ്. അങ്ങനെ മൂപ്പർക്ക് അങ്ങനെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ പറ്റിയത് കഴുതേ എനക്കാണ് പോലും കാട്ടിൽ ഏറ്റവും ബുദ്ധി എന്നാ പറയണത്. ബാക്കിയുള്ള മൃഗങ്ങളൊന്നും എന്നെ മനസ്സിലാക്കിയില്ല, പക്ഷെ മഹാരാജാവ് ശരിക്കും എന്നെ മനസ്സിലാക്കിക്കണ്. അതുകൊണ്ട് ഒന്നങ്ങോട്ട് ചെല്ല്, എന്നെ മൂപ്പർ രാജാവായി വാഴിക്കാൻ പോവാണ്. ഇത് കേട്ട് ഇത്രയും ബുദ്ധി എനിക്കുണ്ടെന്ന് അഹങ്കരിച്ച് കഴുത നേരെ സിംഹത്തിനെ കാണാൻ ചെന്നു. സിംഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ സിംഹം ഒരൊറ്റ ചാട്ടോ തലയിങ്ങ് പിടിച്ച് സംശയത്തോട് ചെന്ന കഴുതയ്ക്ക് പെട്ടെന്ന് തന്നെ പുറകോട്ട് വലിക്കാനും ഓടാനും പറ്റി. പക്ഷെ രണ്ടു ഭാഗത്തും രണ്ട് ചെവി സിംഹം പിടിച്ച പിടിയിൽ അങ്ങ് പറിച്ചെടുത്ത് രണ്ട് ചെവി നഷ്ടപ്പെട്ടു പോയി. കഴുത ജീവനും കൊണ്ട് ഓടാവട്ടോ ഓടി. വഴി വെച്ച് കുറുക്കനെ കണ്ട്, എന്റെ കുറുക്ക, ഈ ചതി നീ എന്നോട് ചെയ്യണ്ടായിരുന്നടാ. എന്നോട് എന്താ പറഞ്ഞത്, എന്നെ രാജാവാക്കാന്ന് പറഞ്ഞിട്ട് എന്നെ കൊല്ലാൻ നോക്കിയില്ലേ. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടതാ. എന്റെ രണ്ട് ചെവി നീ നോക്ക്, അത് രണ്ടും പോയി. അത് അയാള് പിടിച്ചു പറിച്ചാഞ്ഞ്. അപ്പൊ കുറുക്കൻ പറയും, അല്ല കഴുതേ, എന്താ മനസ്സിലാക്കിയത്, എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയതാ അല്ല. നിനക്ക് എന്റെ തലയിലേക്ക് കിരീടം വെക്കാൻ മൂപ്പർ നോക്കുമ്പോ എന്റെ തലയിൽ രണ്ട് ചെവി ഇങ്ങനെ വിലങ്ങി നിൽക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടായി. ആ ചെവി പറിച്ചാൽ മാത്രമേ എന്റെ തലയിൽ കിരീടം ഇറങ്ങുള്ളൂ ശരിക്കും താഴേക്ക്. അതിനു വേണ്ടിട്ട് ആ ചെവി കടിച്ചു മുറിച്ചത്. അവൻ പറയണേ, ഈ ഒന്നും കൂടി ചെല്ല്, ഇല്ലേ കുറുക്കന്റെ കാര്യം പോക്ക, ഒന്നും കൂടി ചെല്ലി, എന്നെ രാജാവാക്കാൻ വേണ്ടി എന്നെ തല സൈസാക്കിയതാ. അപ്പോ ഇത്ര വേദന സഹിച്ചതേ, ഇനി ആ കിരീടം വെച്ചില്ല, നഷ്ടല്ലേ. കഴുത വിശ്വസിച്ച് പിന്നെയും പോയി. എല്ലാ ട്രേഡിയും കുടുങ്ങിയ ഈ വാണ്ടേക്കിലേക്ക് പിന്നെയും പോവുക. ചെന്ന് അടസിംഹത്തിന് കാണുന്നില്ല. മൂപ്പര് കിരീടം എടുക്കാൻ പോയതാണേക്കൂ. പെട്ടെന്ന് പിറകുന്ന ഒരു അറ്റാക്ക്. വാലാ കിട്ടിയത്, കടിച്ചു വാലിന് ജീവനം കൊണ്ട് കഴുതി ഓടി. ഓടാവട്ടോ വാല് കടിച്ചു മുറിച്ചു കളഞ്ഞു സിംഹം. കിട്ടിയ വാല് സിംഹം തിന്നു. ഓടുന്ന ഓട്ടത്തില് കഴുത വീണ്ടും കുറുക്കനെ കണ്ട്, കുറുക്ക, ഈ ചതി എന്നോട് ചെയ്യണ്ട, രണ്ടാമത്തെ ചതിയാണ് ഇങ്ങനെ ചതിക്കുന്നത്. കുറുക്കൻ പറഞ്ഞ്, എന്താ മനസ്സിലാക്കിയത്, എന്റെ വാലല്ലേ കട്ടാക്കിയത്, അതെന്തിനാ, സിംഹാസനത്തിൽ ഇരിക്കാനാവൂല എനിക്ക് ആ വാലും വെച്ച്, അതിനു വേണ്ടി ആ വാല് മൂപ്പര് കട്ട് ചെയ്തെടുത്താണ്. ഇപ്പൊ ഫുൾ ഫിഗർ ആയി. ഇപ്പൊ കിരീടം വെക്കാൻ എനിക്ക് ചെവിയൂല, അതേപോലെ തന്നെ സിംഹാസനം ഇരിക്കുന്നതിന് വാല് തടസ്സമല്ല. ഇനി വേദന സഹിക്കാനേ ഇല്ല, ഈ ധൈര്യത്തിൽ ചെല്ല്. പിന്നെയും പോവുക ഹൈറിച്ചിലേക്ക്. പിന്നെയും ചെന്ന് കഴുത. അവിടെ വെച്ച് സിംഹം കഴുതനെ കൊന്ന്. എന്നിട്ട് കുറുക്കനോട് പറയണേ, തൊലി പൊളിക്കാൻ എന്നെ കൊണ്ടാവില്ല, ഇങ്ങനെ പൊളിച്ചു നോക്ക്, ഞാൻ ഇത്ര റെസ്റ്റ് എടുക്കട്ടെ. തൊലി പൊളിച്ചു നോക്കുന്ന സമയത്ത് കുറുക്കന് ഇറച്ചി കണ്ടിട്ട് വല്ലാത്തൊരു കൊതി. പക്ഷെ ഇറച്ചി മൂപ്പര് ആദ്യം നിന്നാല് ബാക്കി വേസ്റ്റ് ആവൂലേ, സിംഹം കുറുക്കനെ ശരിയാക്കൂ. അതുകൊണ്ട് മൂപ്പര് എവിടുന്ന് ഇറച്ചി എടുത്താൽ അറിയാണ്ടിരിക്കാൻ നോക്കിയപ്പോ അതിനെ തല പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് മൂപ്പര് തിന്നു. എന്നിട്ട് തല അതേമാതിരി ഒട്ടിച്ചു വെച്ച്. സിംഹം വന്ന് തൊലി പൊളിച്ചു വെച്ച് കഴുതനെ കണ്ട് തിന്നാൻ പോകുന്നതിന് മുമ്പ് ആദ്യം തുടങ്ങണ തലച്ചോറുന്ന. തല കൊണ്ട് പൊളിച്ചു നോക്കിയപ്പോ തലച്ചോറില്ല. കുറുക്ക, ഈ തലച്ചോറ് നീ കട്ടിലടാ, എന്നെ ഞാൻ കൊല്ലുന്നു. കുറുക്ക പറയാ, ഇല്ല പ്രഭു, ആ കഴുതയ്ക്ക് തലച്ചോറില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ തല പൊളിച്ച്, അത് ഉണ്ടോ ഞാൻ നോക്കിയത്, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഉണ്ടോ ഞാൻ നോക്കിയതാണ്. തലച്ചോറത്ത് കഴുത ഉണ്ടാവുമോ? മഹാരാജൻ, നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക്, ആ കഴുതയ്ക്ക് തലച്ചോറുണ്ടായിരുന്നെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യി പിടിച്ചില്ലേ, ആ രണ്ട് പിടിച്ചു പിന്നെ വന്നില്ലേ, പിന്നെ വാല് മുറിച്ചില്ലേ, പിന്നെ അത് വന്നില്ലേ. നിങ്ങൾ ഉറപ്പിച്ചോ, ആ കഴുതയ്ക്ക് തലച്ചോറില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. ഇങ്ങനെ തലച്ചോറില്ലാത്ത കുറെ കഴുതകൾ നാട്ടിലുണ്ട്. നമ്മൾ അവിടെ വരുന്നവരല്ല. നമ്മൾ ഈ NSS സാധ്യത മനസ്സിലാക്കി ഏറ്റവും മികച്ച കമ്പനിയില്, ഇന്ത്യ നമ്പർ 1 ഡാറ്റ സെന്റിംഗ് കമ്പനിയില്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആയുർവേദ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കമ്പനിയില്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയില്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ കാണിക്കാനുള്ള കമ്പനിയില്
ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ കുതിക്കാൻ നിൽക്കുകയും ഇനി അങ്ങോട്ട് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഇഷ്ടം പോലെ പണം വരാനും പോകുന്ന ഇന്ത്യയുടെ പ്രതീക്ഷയെ മാറുന്ന ഒരു കമ്പനിക്കകത്ത ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് ചെറിയ കാര്യമല്ല. അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത് നിങ്ങളെ ലീഡേഴ്സ് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയോ ഏതർത്ഥത്തിൽ നിങ്ങൾ കൂട്ടിയാലും നിങ്ങൾ എത്തിച്ചത് ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമില്ല. നന്ദി പറഞ്ഞേക്ക്. എത്തിച്ചത് ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമില്ല. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത 4-5 വർഷക്കാലത്തേക്ക് ഓടാനുള്ള എനർജി ഒറ്റ പങ്കിന് നിറയ്ക്കാൻ. ഇതങ്ങ് നിറച്ചു കഴിഞ്ഞാണ്ടല്ല അടുത്തൊരു ITC വരെ ഓടാൻ ഒരു എനർജി കുറവ് എവിടെ ഉണ്ടാവില്ല. ആ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം ഈ വരുന്ന മെയ് 17 നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൂട്ടമായി. ഒറ്റ TC പോലും വിട്ടുപോയില്ലെന്ന് ഉറപ്പുവരുത്തണം ലീഡേഴ്സ്. അഥവാ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ അത് റൂബിയെ കൊണ്ട് ഫില്ല് ചെയ്യണം. എന്നിട്ട് ഏറ്റവും വേഗത്തിൽ, ഏറ്റവും ശക്തമായി, ഏറ്റവും ഉയരത്തിൽ, ഇതൊക്കെയാണ് നമ്മുടെ ഒളിമ്പിക്സിന് മുദ്രാവാക്യം. ഏറ്റവും വേഗത്തിൽ, ഏറ്റവും ഉയരത്തിൽ, ഏറ്റവും കരുത്തോടെ, അതേപോലെ ഏറ്റവും കൂടുതൽ എണ്ണവുമായി ഏറ്റവും വേഗത്തിൽ പണം കളക്കിയത് വലിയ കൂട്ടായ്മയോട് നമുക്ക് ഈ വരുന്ന മെയ് 17 നെക്സസിൽ വെച്ച് കാണണം. അതിന് എനിക്കിപ്പോ 1.5 കാലുള്ളെങ്കിൽ ആ കാലം കൊണ്ട് ഞാൻ അവിടെ എത്തും. 2 കാലിൽ ലൈവായ നിങ്ങളും എത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനൊപ്പം കണ്ടിന്യൂസ് ആയി കുറെ പ്രോഗ്രാമുകൾ നമ്മൾ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഏപ്രിൽ മാസം 20-ാം തീയതി TC ആൻഡ് അബോവ് ലീഡേഴ്സിന്റെ ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞ ഒരു മെഗാ പ്രോഗ്രാം, അത് കഴിഞ്ഞ വീണ്ടും വർക്ക്ഷോപ്പ്, മെഗാ പ്രോഗ്രാം, അങ്ങനെ പൊട്ടിന് തേങ്ങയിടുന്ന പോലെ 1 by 1 ആയി പ്രോഗ്രാം പ്ലാൻ ചെയ്തുകൊണ്ട് ഈ വരുന്ന ഫെബ്രുവരി മാസം 2026 ഫെബ്രുവരി മാസം 14-ാം തീയതിക്ക് ഏറ്റവും ചുരുക്കുന്നത് 100 STC പുതുതായി സൃഷ്ടിച്ചുകൊണ്ട് നിലവിലുള്ള സകലമായ STC, RTC, NTC ലീഡേഴ്സിനെയും CTCയും ITC മാറ്റിക്കൊണ്ട് മലബാറിന്റെ ചരിത്രം മാറ്റി കുറിക്കാൻ AIGയിലെ അവസാന തായുധങ്ങളുമായി ഇറങ്ങാൻ പോവുകയാണ്. ആ കൂട്ടായ്മക്കകത്തേക്ക് നിങ്ങളും കൈപിടിക്കാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് അത് സംഘടിപ്പിക്കാൻ, അറിയിക്കാൻ ഇത്തിരി സമയം വൈകി. അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും ശരി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും 800ഓളം ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. പിന്നെ കൂടിയോ മാറ്റം ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്റെ ഗ്രേറ്റ് ലീഡർ അനീസ് സാർ രാവിലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. പല ലീഡേഴ്സും പല റൂട്ടിലും യാത്ര ചെയ്യുന്ന സമയത്തും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അങ്ങനെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഇത് നെഞ്ചോട് ഏറ്റെടുക്കുകയും ചെയ്ത് ഈ വരുന്ന നെക്സസ് പ്രോഗ്രാം സക്സസ് ആക്കുന്നതിന് ഈ പ്രോഗ്രാം സാർ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു, സഹായകരമായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കി. ഇന്നലകളിൽ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ മുമ്പിലൂടെ ഞാനിപ്പോ ഒരു ഇത്തിരി സമയം റെസ്റ്റ് എടുത്തപ്പോ പകരം ആ ബാറ്റൺ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടാവുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത അനീസ് സാറിന്, എന്റെ എല്ലാ പ്രിയ ലീഡേഴ്സിന്, അതിലുപരി ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയോ പുതുതായി കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ഹൃദ്യമായ നന്ദിയും വിജയാശംസ നടന്നുകൊണ്ട് നെക്സസ് 2015 അതിനകത്ത് നമുക്ക് ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ഒരു ശക്തമായ തീരുമാനം നിങ്ങൾ ഇന്നെടുത്ത് മാക്സിമം എണ്ണവുമായി എത്തും എന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും വിജയാശംസ നടന്നുകൊണ്ടും ഈ ഒരു പ്രോഗ്രാം അവസാനിച്ച് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.